നമസ്കാരം. നമ്മളെന്നുള്ളത് കാസർഗോഡ് ജില്ലയിലെ ചാലിങ്കലാണ്. ചാലിങ്കലെ നമ്മളുടെ കൃഷ്ണൻ സാറിൻ്റെ കൂടെയാണ് നമ്മളുള്ളത്. സാറിൻ്റെ തോട്ടത്തിൽ നമ്മൾ ഒരു മാസം മുന്നേ നമ്മളുടെ ഒരു ആപ്ലിക്കേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് അധികം നമ്മൾ യൂസ് ചെയ്ത് വെച്ചാൽ HD ആയിരുന്നു. HD സെറ്റുകളായിരുന്നു യൂസ് ചെയ്തത്. ഒന്ന് നൈട്രേഷ്യ, ഫോസ്ഫേഷ്യ, സിങ്കേഷ്യ, പൊട്ടാഷ്യ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊടുത്തത് വാം HD കൂടിയായിരുന്നു കൊടുത്തത്. ഈ കൊടുത്തതിൻ്റെ അകത്ത് റിസൾട്ട് ആണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇത് കൊടുക്കാനുണ്ടായ കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ചൂട് കൊണ്ട് നമുക്ക് ഏകദേശം എന്താ വെച്ചാൽ ചെടികളൊക്കെ ഒന്ന് ഡ്രൂപ്പിംഗ് ആയി കിടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് കൊഴിച്ചിലുണ്ടായിരുന്നു, pH-ൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു, മണ്ണിൻ്റെ അകത്തൊരു ചലനശേഷി അതായത് ന്യൂട്രിയൻസ് ചലിക്കാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മളിവിടെ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് പ്രകടമായിട്ടുള്ള വ്യത്യാസം, നമ്മൾ എന്തായിരുന്നു കൊടുത്തത് സാറേ? നമ്മൾ ഏകദേശം കൊടുക്കുമ്പോൾ എന്തായിരുന്നു ഡേറ്റ്? 38 ദിവസമായി അല്ലേ? ഏകദേശം ഒരു 38 ദിവസമായി. അപ്പം അതിനുള്ളിൽ നമുക്ക് കവുങ്ങിൻ്റെ അകത്തേക്ക് വന്ന വേരുകളാണ് കേട്ടോ. വേരുകളാണ്. അപ്പോൾ നമുക്കുണ്ടല്ലോ ഈ കവുങ്ങിൻ്റെ അകത്തൊക്കെ നമ്മുടെ ഈ തടിയിൽ ഇത് നിൽക്കുന്നില്ലേ, ഇതാണ് നമ്മുടെ താങ്ങ് വേര്. അരുണേട്ടാ, ഇതാണ് നമ്മുടെ തേങ്ങ വേര്. ഇതിപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ അകത്ത് ചെടീനെ പിടിച്ചു നിർത്താനാണ്. നമ്മളുടെ വളം വലിയ വേര് എന്ന് പറഞ്ഞു വരുന്നതാണ് ഈ കാണുന്നത്. ഈ ഒരു ഇതായിട്ട് വരുന്നില്ലേ, ഇതാണ് നമ്മുടെ വണംവേലിയം പേര്. ഇവൻ നമുക്ക് എത്രത്തോളം ആക്റ്റീവായി നിൽക്കുന്നോ എന്നാലേ നമുക്ക് എന്താ ഉള്ളൂ മണ്ണിൻ്റെ അകത്തുനിന്ന് ഇത് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഇവൻ്റെ അകത്ത് തന്നെ കണ്ടില്ലേ ചെറിയ ചെറിയ കുട്ടുപോലെ വരുന്ന ഇത്. ഇപ്പം ഇവന്മാരുടെ ഡെവലപ്മെൻറ്റ് നമ്മളന്നൊരു ടിന്ന്, ചെറിയൊരു പച്ച കളറുള്ള ടിന്നിൻ്റെ അകത്ത് നമ്മളൊരു കറുത്തത് ഒഴിച്ചില്ലേ, അത് വാം HD ആയിരുന്നു. അത് എന്ന് പറയുന്നത് നമ്മൾ 1 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1000 പ്രൊപ്പൈഗോൾസ് വരുന്ന ഒരു സാധനമായിരുന്നു. അപ്പം അവൻ്റെ റിസൾട്ടാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ചെറിയ ചെറിയ വേരുകളില്ലേ ഒരുപാട് വന്നത്, നമുക്ക് ചൂടായിട്ട് നമ്മളുടെ വേരുകളൊക്കെ ഉണങ്ങിപ്പോയിട്ട് അന്ന് എടുക്കുന്ന സമയത്ത് ഉണങ്ങി പൊടിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ പറ്റിയത്. നമ്മുടെ നനയും കാര്യങ്ങളൊക്കെ ഒരേപോലെ ആയിരുന്നു. പക്ഷെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മുടെ വേരിൻ്റെ അകത്ത് ആ പ്രശ്നം ഉണ്ടായിരുന്നു, ചുവന്ന കളറുള്ള വേരായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിയിട്ട് നമുക്ക് എന്തായി വേരുകൾ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന പറ്റി. അപ്പോൾ ഇത് വന്നോടുകൂടി നമുക്ക് എന്താ വെച്ചാൽ നമ്മളുടെ തെങ്ങിൻ്റെ മേലേക്ക് പിടിക്കാനുള്ള മൈക്രോ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ പറ്റി. അതേപോലെ തന്നെ നമുക്ക് എന്താ വെച്ചാൽ അതിൻ്റെ അത് നൈട്രേഷൻ എന്ന് പറഞ്ഞുള്ള ഓരോന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മണ്ണിൻ്റെ പുളിപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്തു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇപ്പം വേറെ കവുങ്ങാണെങ്കിലും ശരി, നമ്മൾ മാന്തുന്ന സമയത്ത് ഈ കവുങ്ങിൻ്റെ വേരുകളെന്താ ഇവിടെ ഏതാ 4 വേര് ഇതാ വരുന്ന വേരുകൾക്കൊന്നും ചുവപ്പ് കളറില്ല. എല്ലാ സ്ഥലത്തും നമുക്ക് ഒരേ റിസൾട്ട്, ഇപ്പോൾ ഈ പറമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇതാ ഒരേ റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇപ്പോൾ നമ്മൾ വാമ്പ് കൊടുക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ നമ്മുടെ മണ്ണിൻ്റെ അകത്ത് ചൂടുണ്ടാവില്ലേ, മണ്ണിൻ്റെ അകത്ത് വൈകുന്നേരങ്ങളിൽ തിരിച്ചു വരുന്ന ചൂടില്ല, ആ ചൂടിനെ നമുക്ക് എന്തായി നിയന്ത്രിച്ച് കിട്ടി. മണ്ണിൻ്റെ ചൂടിനെ നമുക്ക് നിയന്ത്രിച്ച് കിട്ടി. മൈക്രോ ന്യൂട്രിയൻസ് മൊത്തം ചെടിക്ക് കിട്ടുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റി. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ കൊടുത്തതിൻ്റെ അകത്ത് നമുക്ക് മെച്ചം വന്നു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടീൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ പട്ട പട്ടേൻ്റെ അകത്തൊക്കെ നമുക്കൊരു ചെറിയൊരു ഉണർവ് നമുക്ക് ഫീൽ ചെയ്തോളൂ. തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണ്. പിന്നെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പട്ടകളുടെ ഒടിവ് ഉണ്ടല്ലോ, പുതിയ വരുന്ന പട്ടകളുടെ ഒടിവ്, അന്ന് നമുക്ക് വന്ന ആ ഒരു പട്ട ഒടിവിച്ചല്ലാതെ പുതിയ പട്ടകളുടെ ഒന്നും ഒടിവ് കാര്യമായിട്ട് നമുക്ക് പ്രകടമാകുന്നില്ല. പിന്നെ വെച്ചാൽ കവുങ്ങായാലും ശരി തെങ്ങായാലും ശരി ക്രമേണയാണ് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുക. നമ്മളെ മരുന്ന് കൊടുക്കുന്നതിൻ്റെ അകത്തല്ല, കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് പഴക്കാവുന്നുണ്ടോ എന്നുള്ള നോക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ നമ്മളിന്ന് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് വന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇനിയും കാണും. അപ്പം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന ഓരോന്നും നമുക്ക് നോക്കി ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.